കുട്ടികളുടെ ജോണ്ടിസ് എന്ന് പറയുന്നത് നമുക്ക് വലിയവർക്ക് ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം പോലെയല്ല. അപ്പോൾ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ വ്യത്യാസമുണ്ടാവുക, ജന്മനാ തന്നെ കുഞ്ഞിൻ്റെ ബ്ലഡിലുള്ള എൻസൈംസ് കുറഞ്ഞിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ രക്തകോശങ്ങൾ നശിച്ചു പോകും. കൂടുതൽ സാധാരണ നമുക്കൊക്കെ ആണെങ്കിൽ 120 ദിവസം അത് നിലനിൽക്കും. കുഞ്ഞിന് ഏകദേശം 70 മുതലൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് രക്ത അണുക്കൾ നശിച്ചു പോകുമ്പോൾ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് കൂടും. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് ഹൈപ്പർ ബിൽറൂബിനീമിയ എന്നാണ്. അതിനുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്ക് കടക്കും. അപ്പോൾ കുഞ്ഞിന് നാഡീവ്യൂഹത്തിന് പ്രശ്നം വരാം, മന്ദബുദ്ധിയാകാം, കൂടുതൽ പ്രശ്നങ്ങൾ, കൈക്കും കാലിനും ബലക്കുറവ്, അങ്ങനെയുള്ള കെർണിക്ട്രസ് എന്ന് പറയുന്ന ഒരു അസുഖം ജന്മനാ തന്നെ ഈ ലെവൽ കൂടുമ്പോൾ വരാം. അത് മാറാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് എപ്പോഴും മഞ്ഞ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഉടനെ തന്നെ ഒരു ലെവൽ നോക്കണം. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഓരോ ആഴ്ചയ്ക്കും എത്ര ബിൽറൂബിൻ ലെവലാകാമെന്ന് കണക്കുണ്ട്. ആ കണക്കനുസരിച്ചിട്ട് നമുക്ക് ബ്ലഡിലെ ലെവൽ നോക്കാൻ പറ്റും. പിന്നെ കുഞ്ഞിനെ നമുക്ക് അതിന് ചികിത്സയുള്ളത് ഫോട്ടോതെറാപ്പിയാണ്. ഫോട്ടോതെറാപ്പി കൊടുക്കാൻ പറ്റും. ആ ഫോട്ടോതെറാപ്പി കൊണ്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രക്തം മാറ്റണം. പൊക്കിൾ കൊടിയിലൂടെ ഞരമ്പിൽ കൂടെ രക്തം മാറ്റണം, അനുയോജ്യമായ ഗ്രൂപ്പ് മാറ്റണം.